വീട്ടിലേതു നേരവും സംഗീതമാണ്. അമ്മ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായിക, അച്ഛൻ തിരക്കേറിയ ജാസ് ഫ്യൂഷൻ ബേസിസ്റ്റ്. അമ്മ ആ സമയങ്ങളിൽ എപ്പോഴും പാട്ട് പാടുമായിരുന്നു. അച്ഛൻ ലോകത്തിലെ എല്ലാത്തരം മ്യൂസിക്കും വീട്ടിൽ പ്ലേ ചെയ്യും, എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. അതിനാൽ എനിക്ക് സംഗീതമെന്നത് എന്നിൽ നിന്നും വേറിട്ടൊരു സംഗതിയായിരുന്നില്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് 3 വയസ്സ്. ഒരിക്കൽ അച്ഛൻ പ്രാക്ടീസ് ചെയ്യവേ ഞാൻ മടിയിലിരുന്നു. അച്ഛൻ ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വച്ചു. ടെമ്പോ കൃത്യമായി പിടിച്ച് ഞാൻ താളമിടുന്നത് കണ്ട അച്ഛൻ എന്നിലെ സംഗീതം ശ്രദ്ധിച്ചു. അദ്ദേഹം ഓർത്തു, ഇന്ത്യയിൽ ഇന്നേ വരെ അറിയപ്പെടുന്നൊരു ബേസ് ഗിറ്റാറിസ്റ്റ് ഇല്ല. ഇവളെ അത് പഠിപ്പിക്കാം. വളരുമ്പോൾ ഇവൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് വിട്ടേക്കട്ടെ. അങ്ങനെ ഒരു കളിപ്പാട്ടം പോലെ 3 വയസ്സിൽ കൈകളിലേന്തിയ ഗിത്താർ കൊണ്ട് വേദികളെ അമ്പരപ്പിക്കുന്ന, മ്യൂസിക്കിന്റെ മാന്ത്രിക ലോകം തീർക്കുന്ന ഒരു ഫീമെയിൽ ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട് നമുക്ക്. ഫോബ്സ് മാഗസിന്റെ 30 വയസ്സിൽ താഴെയുള്ള മോസ്റ്റ് സക്സസ്ഫുൾ മ്യൂസീഷ്യൻസിന്റെ പട്ടികയിൽ ഇടം നേടിയ പെൺകുട്ടിയെ പക്ഷേ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ലോകം തിരയാൻ ഒരു വിവാഹമോചന വാർത്ത വേണ്ടിവന്നു. സാക്ഷാൽ AR റഹ്മാൻ സൈറയുമായുള്ള വിവാഹമോചന വാർത്ത പങ്കുവച്ച ദിവസം തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പരസ്പര ധാരണയോടെ താൻ ഭർത്താവായ മാർക്കുമായി വേർപിരിയുകയാണെന്ന് മോഹിനി പോസ്റ്റിട്ടിരുന്നു. ഒരേ ദിവസത്തെ വേർപിരിയലിന്റെ ആകസ്മികതയിൽ കഥകൾ ധാരാളം പിറന്നു. 15 വയസ്സു മുതൽ തന്റെ ട്രൂപ്പിൽ ബേസ് ഗിറ്റാറിസ്റ്റായി വന്ന ഒരു കൊച്ചു പെൺകുട്ടി, ആരുടെയും കൈവെള്ളയിൽ ഒതുങ്ങാതെ സ്വയം ഒരു സംഗീതമായി ആളിക്കത്തുന്ന, ഗ്ലാമറും യുവത്വവും സംഗീതവും പ്രസരിപ്പിക്കുന്ന ഒരുവൾ. ഒരു ദശാബ്ദത്തിലേറെയായി റഹ്മാനൊപ്പം വളർന്ന പെൺകുട്ടി. 58-കാരനായ സൂഫി സന്യാസിയെ പോലെ നിശബ്ദനായ റഹ്മാൻ എന്ന മ്യൂസിക് മജീഷ്യന്റെ വിവാഹ വേർപിരിയലിന് മോഹിനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സൈറയുടെ അഡ്വക്കേറ്റ് നേരിട്ടെത്തി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നിട്ടും സോഷ്യൽ മീഡിയ അന്വേഷണം ശക്തമാണ്. ആരാണ് മോഹിനി ഡേ എന്ന ബംഗാളി യുവതി? കൊൽക്കത്തയിൽ വേരുകളുള്ള, മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടി. ജനിച്ചു വളർന്നത് മുംബൈയിലെങ്കിലും താനൊരു ബംഗാളി പെൺകുട്ടിയാണെന്നാണ് ആദ്യകാല ഇന്റർവ്യൂകളിലൊക്കെ മോഹിനി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അമ്മ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായികയായ റോമിയ ഡേ, അച്ഛൻ ജാസ് ഫ്യൂഷൻ ബേസിസ്റ്റ് സുജോയ് ഡേ. 3 വയസ്സിൽ അച്ഛൻ മകൾക്ക് സമ്മാനിച്ച ഗിത്താർ അവരുടെ ജീവനും ജീവിതവുമായി തീർന്ന കഥയാണ് മോഹിനിയുടേത്. സ്കൂൾ കാലത്തെ തന്റെ ദിനചര്യയെപ്പറ്റി മോഹിനി പറയുന്നുണ്ട്. രാവിലെ 5 മണിക്ക് ഉണരും, 6 മണിക്ക് സ്കൂളിലേക്ക്, 12 മണിക്ക് സ്കൂൾ വിട്ടു വന്നാൽ ഹോംവർക്ക്. അത് തീരുമ്പോഴേക്കും പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചർ എത്തിയിട്ടുണ്ടാകും. ആ ക്ലാസ് കഴിഞ്ഞാൽ ടീച്ചർ നൽകിയ ഹോംവർക്ക് മുഴുവനും ചെയ്തു തീർത്ത് 8:30 ഡിന്നർ. ശേഷമാണ് അച്ഛൻ വരിക. മോഹിനിയുടെ ഇഷ്ടനേരം തുടങ്ങുന്നതും അപ്പോഴാണ്. അച്ഛനൊപ്പം 12 മണിവരെ നീളുന്ന സംഗീത പഠനം. അന്നീ നിലത്ത് നിൽക്കാത്ത ഓട്ടത്തിനിടെ താനൊരു ഏലിയനാണോ എന്ന് പോലും അവർ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും യാതൊരു മടിയുമില്ലാതെ ജോലി ചെയ്യാൻ തനിക്ക് സഹായകരമായത് ഈ ചിട്ടയാണെന്നും അവർ പറയുന്നു. അഥവാ സമയവും ജോലിഭാരവും തനിക്കൊരു വിഷയമേ അല്ലെന്നവർ പറയുന്നു. 10-ാം വയസ്സിൽ അച്ഛനൊപ്പം അരങ്ങേറ്റം. ശേഷം 11 വയസ്സിൽ ശ്രേയ ഘോഷലിനൊപ്പം കൊൽക്കത്തയിലെ ദുർഗാപൂജ വേദി. പിന്നീടങ്ങോട്ട് മോഹിനി തന്റെ വഴി കണ്ടെത്തി മുന്നോട്ട് സഞ്ചരിച്ചു. ഇതിനിടെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി 10-ാം ക്ലാസ് വരെ പഠിച്ചു. 11-ാം ക്ലാസ് കറസ്പോണ്ടന്റായി പഠിച്ചു. ഈ കാലയളവിലാണ് 2012-13 കാലത്ത് മുംബൈ നിർമ്മാണ സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിംഗിനിടെ AR റഹ്മാനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ലെജൻഡറി മ്യൂസീഷ്യനാണെന്നൊന്നും ആ കൗമാരക്കാരി പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. വീട്ടിൽ വന്ന് വിശേഷങ്ങൾ വിവരിക്കവേ അച്ഛനാണ് തെല്ലതിശയത്തോടെ റഹ്മാനെ പറ്റി പറയുന്നത്. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ കോളെത്തി. തന്റെ ബാൻഡിൽ ചേരുന്നു. മൂളാൻ മോഹിനിക്ക് അധിക നേരം ആലോചിക്കേണ്ടി വന്നില്ല. റെക്കോർഡിംഗിനിടെ റഹ്മാനോട് ഇത്തിരി നേരം കടം വാങ്ങി ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് മുംബൈയിലെത്തി +2 എക്സാം എഴുതി മടങ്ങിയത് രസകരമായി മോഹിനി ഓർക്കുന്നുണ്ട്. അങ്ങനെ റഹ്മാന്റെ കളരിയിൽ വളർന്ന പെൺകുട്ടി ബാൻഡിലെ വിലപിടിപ്പുള്ള അംഗമായി വളരാൻ അധിക സമയമെടുത്തില്ല. ഒപ്പം ഇൻഡിപെൻഡന്റായ പെൺകുട്ടിയായി തീരാനും. 16-17 വയസ്സിൽ അവൾ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കി വീടിനടുത്തുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് സ്വതന്ത്രമായി താമസം തുടങ്ങി. ബേസ് ഗിത്താറിസ്റ്റ്, അറേഞ്ചർ, പ്രൊഡ്യൂസർ, വോക്കലിസ്റ്റ് തുടങ്ങി തന്റേതായ വഴിയിൽ അവർ മുന്നോട്ടു പോയി. സ്വതന്ത്ര ആൽബങ്ങൾ പുറത്തിറക്കി. അതവർക്ക് ഏറെ അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തു. മോഹിനിയുടേക്ക് തന്റേതായ ഒരു ആരാധനാ വൃന്ദം തീർക്കാൻ അവർക്ക് സാധിച്ചു. ഹെവി മേക്കപ്പ് ലുക്കിൽ ഗ്ലാമറായി എത്തുന്ന മോഹിനിയുടെ ഫാഷൻ സെൻസിനും ആരാധകർ ഏറെയാണ്. മ്യൂസീഷ്യനായ മാർക്ക് ഹസച്ചാണ് മോഹിനിയുടെ ജീവിത പങ്കാളി. പരസ്പര ബഹുമാനത്തോടെ സംഗീത വഴിയിൽ ഇനിയും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന ധാരണയോടെ ഇരുവരും വേർപിരിഞ്ഞു. ആകസ്മികതയോ അല്ലയോ, റഹ്മാൻ സൈറ വേർപിരിയൽ ദിനം തന്നെയാണ് തന്റെ വേർപിരിയൽ വാർത്ത ലോകത്തെ അറിയിക്കാൻ മോഹിനി തെരഞ്ഞെടുത്തത്. അത് വിവാദങ്ങൾ ഉയർത്തി. ഇന്ത്യൻ ആകാശങ്ങളെ ഭേദിച്ച് ലോക സംഗീത ഭൂമികയിൽ വലിയ ഇടങ്ങൾ തീർക്കാൻ പോകുന്ന ഒരു 28-കാരി യുവതി. അവർക്ക് ഈ വിവാദങ്ങൾ ഒരു വെല്ലുവിളിയേ ആവില്ല. മറിച്ച് താനെന്ന മ്യൂസിഷ്യനെ ലോകം കൂടുതൽ തിരിച്ചറിഞ്ഞത് ആയുധമാക്കി അവർ ഉയരങ്ങളിൽ പറക്കും. നമുക്ക് ആശംസകൾ നേരാം.